നമസ്കാരം. പൊതുവേദി തുടങ്ങുകയാണ്. രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. പല കേന്ദ്രങ്ങളിൽ നിന്നും ഒപ്പീനിയൻ പോൾ ഫലങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു പ്രധാന ചോദ്യം ഈ ഒപ്പീനിയൻ പോളുകളിലെല്ലാം ഉയരുന്നത് BJP നേതൃത്വം നൽകുന്ന NDA 400 കടക്കുമോ എന്നതാണ്. അങ്ങനെ ഒരു വലിയ പ്രഖ്യാപനം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ അത് സാധ്യമാണോ എന്നാണ് ന്യൂസ് 18 പൊതുവേദിയും ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സന്തോഷ് എന്ത് കരുതുന്നു? ഈ പ്രകടനം എങ്ങനെയായിരിക്കും NDAയുടേത്? NDAയുടെ 402 സീറ്റോട് കൂടി വീണ്ടും NDA മുന്നണി അധികാരത്തിൽ വരും. അത് ഉറപ്പ് തന്നെ. യെസ്, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ 242 സീറ്റുകളിലെ ഒപ്പീനിയൻ പോളുകളാണ് പുറത്തുവിട്ടത്. അതിൽ 179 BJPക്ക് നേട്ടമുണ്ടാകും എന്ന തരത്തിലാണ് സർവേയുടെ ഫലങ്ങൾ വന്നത്. 62 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിക്കാണ് മുൻതൂക്കമുള്ളത്. ഭാസ്കരൻ എന്നൊരു പ്രേക്ഷകൻ പട്ടാമ്പിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഭാസ്കരൻ എങ്ങനെ വിലയിരുത്തുന്നു ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ NDAയുടെയും മറ്റു പാർട്ടികളുടെയും സാധ്യതകളെ? NDA 400 സീറ്റ് പുറകെ കിട്ടും, കൂടുതൽ കിട്ടും. കാരണം എതിര് നിൽക്കുന്ന INDA എന്ന് പറയുന്ന സംഭവം ഓരോരുത്തരും ഓരോ സൈഡിലേക്കല്ലേ മുഖം വലിക്കുന്നത്. അവർക്കൊരു കോമൺ പർപ്പസ് ഉണ്ടോ? കോമൺ റൂളിംഗ് ഉണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കുന്നു കോൺഗ്രസ് എതിർക്കുന്നു വേറെ സൈഡ്. ഇവരൊക്കെ പോലെ കൂടി ചേർന്ന് ഞങ്ങള് ഒരു തിരുവാതിരകളി കളിക്കുന്ന പോലെയല്ലേ നടക്കുന്ന നാട്ടില്. പിന്നെ എന്തുകൊണ്ട് അവർക്ക് കിട്ടും? ഷോർ 400 മേലെ കിട്ടാനാണ് സാധ്യത. കാരണം അവർക്കൊരു കോമൺ റൂൾ ഉണ്ട്. എന്തായാലും അവർക്കൊരു കോമൺ റൂൾ, NDAക്ക് ഒരു കോമൺ റൂൾ ഉണ്ട്. ഇന്ന് എന്തൊക്കെ ഞങ്ങൾ നടപ്പിലാക്കും, ഇന്ന് എന്തൊക്കെ ഇവിടെ നടക്കും എന്ന് പറയാൻ അവർക്ക് ഒരു ആധികാരികത കാണാനുണ്ട്. മറ്റവർക്ക് അതുണ്ടോ? യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ആലത്തൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ, ഈ രാജ്യത്തൊരു ട്രെൻഡ്, കേരളത്തിലൊരു ട്രെൻഡ് എന്ന രീതിയിലാകുമോ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ? ഇത് ഇപ്പോ BJPയുടെ മുഖ്യ എതിർകക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ മുന്നണിയാണല്ലോ. ഇവർ ഓരോരുത്തരും സ്വാർത്ഥതയാണ് ഇവരുടെ പ്രധാന കാര്യം. അതായത് ഇവർ ഒന്നിച്ചല്ല സത്യത്തിൽ നിൽക്കുന്നത്. അതായത് ഇപ്പൊ കേരളത്തിൽ സീറ്റ് ഇവര് കൂടുതൽ ചാൻസ് ഉള്ളതുകൊണ്ട് അവർ പറയുന്നു ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഇതുപോലെ ഓരോ സംസ്ഥാനത്തും ഇതാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ മുന്നണി ജയിച്ചു വന്നാൽ ഇവര് അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തല്ലുകൂടും എന്നുള്ളത് ജനങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം. അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇതാ അവസ്ഥയെങ്കിൽ അതിന് ശേഷം എന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് എന്ത് വന്നാലും പ്രബുദ്ധതയുള്ള ജനങ്ങൾ പറയുന്നത്, കേരളത്തിൽ പ്രത്യേകിച്ച്. അപ്പം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു പ്രബുദ്ധത ഉണ്ടെങ്കിൽ അവർ BJPക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വിവേക് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിവേക് മാവേലിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. വിവേക് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണോ? രാഷ്ട്രീയ രംഗത്ത് അങ്ങനെയില്ല, പക്ഷെ നിരീക്ഷിക്കുന്നുണ്ട് അല്ലേ? അതെ അതെ. വിവേകിന് എന്ത് തോന്നുന്നു? നമ്മുടെ സംസ്ഥാനത്തെ ഒരു സാഹചര്യം എന്തായിരിക്കുമെന്നാണ് വിവേക് കരുതുന്നത്? നമ്മുടെ സംസ്ഥാനത്തെ, ഞാൻ ന്യൂസ് 18 ചാനൽ സ്ഥിരമായിട്ട് കാണാനുള്ള ആളാണ്, അത് ഫാഷനാ. നിങ്ങളുടെ ഈ പുതിയ ഇത് വന്നതിന് ശേഷം നല്ല രീതിയിൽ ഞാൻ കാണുന്നുണ്ട്. കിരണിന്റെ ഒക്കെ രാഷ്ട്രീയ അഭിപ്രായം കൃത്യമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അപർണ, അവരെയൊക്കെ നല്ല രീതിയിൽ ലീഡർമാരാ. അപ്പൊ നമ്മൾ നിങ്ങളുടെ ദേശീയ തലത്തിലുള്ള പല ന്യൂസുകളും കാണുന്നുണ്ട്. ഏകദേശം അതൊക്കെ ശരിയായ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ നിരീക്ഷണമൊക്കെ ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോ ഈ കേരളത്തിലെ ഒരു ഇതനുസരിച്ച് ഇപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതനുസരിച്ച് LDFന് കുറച്ചുകൂടെ സീറ്റ് കിട്ടാനുള്ള സാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. കൂടുതൽ സീറ്റ് കിട്ടും. ഇപ്പൊ ഞങ്ങൾ കൊടുത്തത് 4 അതിനേക്കാൾ സീറ്റ് കിട്ടുമെന്നാണ് വിവേക് കണക്കാക്കുന്നത് അല്ലേ? അതെ അതെ. ഒരു 6-7 സീറ്റോളം LDFന് വരും. അതുപോലെ തന്നെ BJPക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ തൃശ്ശൂരും തിരുവനന്തപുരം BJPക്ക് നല്ല ചാൻസ് ഉള്ള സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ ചിലപ്പോ ഒരു സീറ്റ് കൂടെ ചിലപ്പോൾ BJPക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നോക്കാം. ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വടകരയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, സുരേഷ്. ശ്രീ സുരേഷ് വടകരയിൽ നിന്ന് വിളിക്കുന്നു. വടകര ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സുരേഷ്, അവിടെ ആര് ജയിക്കുമെന്നാണ് സുരേഷ് വിചാരിക്കുന്നത്? വടകരയെ സംബന്ധിച്ച് എന്റെ അഭിപ്രായത്തിൽ ഷാഫിക്കാണ് അല്പം മുൻതൂക്കം കാണുന്നത്. അത് ശരി.
ഷാഫി അത്ര കണ്ട് പരിചയമുണ്ടോ വടകരയിലെ ആളുകൾക്ക്? അതോ കോൺഗ്രസിനോടുള്ള ഒരു പിന്നെ മമത കൊണ്ട് ഷാഫിക്ക് വോട്ട് ചെയ്യും എന്നാണ്? അല്ല, ഷാഫിക്ക് വോട്ട് ചെയ്യുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ മറ്റൊരു അർത്ഥത്തിൽ പറയാം, അത് കമ്മ്യൂണൽ എഫക്ട് ഷാഫിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർ. അതാണ് ഞാൻ പറഞ്ഞത്. ന്യൂനപക്ഷ വോട്ടർമാർ ഷാഫിയെ പിന്തുണയ്ക്കുമെന്നാണ് കരുതുന്നത്. അത് അംഗീകരിക്കാൻ സാധ്യതയുണ്ട് ഷാഫി ആയതുകൊണ്ട്. അപ്പോൾ ഷാഫി ജയിക്കാനാണ് എന്റെ അഭിപ്രായത്തിൽ. 10-15 വോട്ട് കൊണ്ട് ഷാഫി ജയിച്ചു പോകാനാണ് എന്റെ കണക്കൂട്ടൽ. പൊതുവെ വടകര അങ്ങനെയാണ് അടുത്ത കാലത്തൊക്കെ കാണിച്ചിട്ടുള്ളൂ, ഷാഫി ആയതുകൊണ്ട് പ്രത്യേകിച്ച്. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻദാസ്, അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയുണ്ട്? ഇവിടെ BJPക്ക് അത്ര വലിയ ശക്തിയില്ലെങ്കിലും പല ഭാഗങ്ങളിലും ഇപ്പൊ ഉയർന്നു വരുന്നുണ്ട് ഇവര്. ഇവിടെ UDF-ഉം LDF-ഉം തന്നെ. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് 1,52,000 ചില്ലറ ജയിച്ചു പോയി. കാരണം ചുവന്ന മണ്ണാണ് അവിടെയാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കേവലം 2 സീറ്റിൽ നിന്ന് 303 സീറ്റിലേക്ക് ഉയരുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അതിൻ്റെത്? അപ്പൊ ഈ 303-400 കിടക്കാൻ സംശയമൊന്നുമില്ല. പിന്നെ ശക്തമായ ഒരു നേതൃത്വ നിര BJPക്ക് കേന്ദ്രത്തിലുണ്ട്, അത് സംശയമൊന്നുമില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ആയിപ്പോ. ഇപ്പൊ ഇന്നലത്തെ MOP കണ്ടു നമ്മുടെ 18-ന്റെ. അതിന്റെ പ്രവചനങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ശരിയായിട്ടാ പോണത്. അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ ഇവിടുന്ന് പോയി ജയിച്ചു പോയ ആൾക്കാരൊക്കെ എവിടെ പോയി ഇരിക്കാൻ പോണേ? പ്രതിപക്ഷത്തിൽ ഇരിക്കാൻ പോണേ. എന്നിട്ട് അവിടുന്ന് ഒരു കാര്യവും പറയില്ല. ഇവര് വെറുതെ അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരു ഭരണം വേണം, അല്ലാണ്ട് ഇവര് ഭരിക്കാനൊന്നല്ല പോണത്. ഇപ്പൊ ഇന്ത്യ മുന്നണി വെറുതെ തട്ടിക്കൂട്ട്, അത്ര തന്നെ ഉള്ളൂ. അത് സംശയമൊന്നുമില്ല. ഇതിപ്പോ ഇത് പറഞ്ഞ പോലെ MOP-യിൽ പറയുന്ന പോലെ 400 കടക്കും ചിലപ്പോ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രാജൻ, കൊല്ലത്ത് നമ്മുടെ NK പ്രേമേന്ദ്രൻ്റെയൊക്കെ ഒരു മണ്ഡലമാണ്. അവിടെ അട്ടിമറികളൊക്കെ നടക്കുമെന്നാണ് ഇടതുപക്ഷം പറയുകയും ചെയ്യുന്നത്. ഈ കൊല്ലത്തെ ഒരു സാഹചര്യം ശ്രീ രാജൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സാറേ, അത് എന്റെ ഈ അഭിപ്രായം കേട്ടതിന് ശേഷം മറ്റേ അഭിപ്രായം ഞാൻ പറയാം. 400 സീറ്റ് കടക്കുമെന്നുള്ളത് പ്രേമചന്ദ്രന്റെ കാര്യം സംശയമാണ്. കാരണം പ്രേമചന്ദ്രനും സുരേന്ദ്രനും ഇപ്പൊ ഒരേപോലെ വർത്താനം പറയുന്നത്. രണ്ടുപേരും രാവിലെ ഒരാൾ പറയുന്നത് തന്നെ മറ്റേ ആൾ പറയും, മറ്റേ ആൾ പറയുന്നത്. രണ്ടുപേരുടെയും ഭാഷ ഇപ്പൊ ഒന്ന് തന്നെയാണ്. കാരണം പ്രേമേന്ദ്രന് മനസ്സിലായി RSP നിന്നിട്ട് ഒരു കഥയും കഴപ്പുമില്ല. അപ്പൊ ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ചെയ്താലും BJP പുള്ളിയെ കൊണ്ടുപോകുന്നുള്ളത് 100% ഷുവറാണ്. കൊല്ലത്തെ മിക്കവാറും ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി മറ്റേ അടുത്തത് നമ്മൾ ഈ 400 എന്നത് ഒരു മാന്ത്രിക നമ്പർ ആണോ അതോ ഒരു ബാലിക മലയാണോ? അതിന്റെ രസം കേട്ടോ, ഇപ്രാവശ്യം വടക്കുകിഴക്കൻ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, നാഗാലാൻഡ്, മിസോറാം, ഇവിടുത്തെ നമ്മുടെ പിന്നെ ഹിമാചൽ, അതുപോലെ നാഗാലാൻഡ്, മിസോറാം, ആസാം, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് 4 സീറ്റുണ്ട്, അതും പോകും. എന്നിട്ട് പിന്നെ നമ്മുടെ മഹാരാഷ്ട്രയിലെ 48 സീറ്റുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കച്ചടപ്പട്ടികളെല്ലാം കൂടെ ചേർന്ന് വീതിച്ചെടുത്തത്. ഇപ്രാവശ്യം അങ്ങനല്ല, BJP-യും NCP-യും അവിടെ ഭരിക്കുന്നത്. 48 സീറ്റിൽ ഒരു 3-4 സീറ്റ് ഒഴിച്ച് ബാക്കി 45 സീറ്റ് ഓർമ്മ പോകും. കർണാടക, അതുപോലെ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് എനിക്ക് തോന്നുന്നു മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 410 എന്നുള്ള സംഖ്യയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. എന്നിട്ട് കേരളത്തിൽ നിന്ന് കോൺഗ്രസിന് 8 സീറ്റേ കിട്ടൂ. ഇപ്രാവശ്യം 44 സീറ്റാണ് പാർലമെന്റിലുള്ളത്. അത് 32 ചുരുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ, വളരെ വാശിയേറിയ ഒരു പോരാട്ടം തൃശ്ശൂരിൽ ഉണ്ടാകുമെന്നാണ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. കഴിഞ്ഞ തവണ അവിടെ TN പ്രതാപൻ ജയിച്ചു. ഇത്തവണ മുരളീധരൻ വരുന്നു. വരുമ്പോൾ തന്നെ വിവാദങ്ങളുണ്ടാകുന്നു. പത്മജ വരുന്നു, സുരേഷ് ഗോപി എത്തുന്നു. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തെക്കുറിച്ച് അറിയാം. മുരളീധരൻ കരുണാകരൻ്റെ തട്ടകത്തിലാണ് മുരളീധരനും വരുന്നത്. സുനിൽകുമാർ അവിടുത്തുകാരനാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു രാഷ്ട്രീയ ചൂട്? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങളുടെ സർവേ 5 2 സീറ്റ് നിങ്ങൾ BJPക്ക് പ്രവചിച്ചിട്ടുണ്ട്. ഒന്ന് തൃശ്ശൂരാണെന്ന് തോന്നുന്നു. അപ്പൊ ഇത് നിങ്ങൾ മുരളീധരൻ കാൻഡിഡേറ്റ് ആവുന്നതിന് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇവര് ഈ കോൺഗ്രസ്സുകാർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു BJPക്ക് സീറ്റ് എഴുതി കൊടുക്കാനായിട്ട്. അതിനിടയ്ക്ക് പത്മജ ഒരു പണി പറ്റിച്ചു. അപ്പൊ അതിന് പ്രതികാരം ചെയ്യാനായിട്ട് മുരളീധരനെ കൊണ്ടു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഇവിടെ ശക്തമായ ത്രികോണ മത്സരം തന്നെ നടക്കുന്നത്. പിന്നെ സാറ് നേരത്തെ പറഞ്ഞ മാതിരി ഈ 400 കിടക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. കാരണം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു പ്രതിപക്ഷം ഇല്ലാണ്ട് ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം അങ്ങനെ വേണമെങ്കിൽ 50% വോട്ടിന് മേലെ വരണം. അങ്ങനെയാണെങ്കിൽ 400 സീറ്റ് കിട്ടിക്കോട്ടെ. അതിനും ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ മുഴുവൻ വിഘടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ 50% മേലെ വോട്ട് കിട്ടുക, അങ്ങനെ 400 കിട്ടുകയാണെങ്കിൽ നമുക്ക് അതൊരു ജനാധിപത്യമാണെന്ന് പറയാം. പക്ഷെ അങ്ങനെ അല്ലാണ്ട് ഒരു 40% താഴെ വരികയും ചെയ്യുക,
ഇത്രയും സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യ രീതിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ജനാധിപത്യ രീതിയാണെന്ന് നമുക്ക് പറയാം, പക്ഷെ അത് ഫലവത്തായ ഒരു ജനാധിപത്യമാവില്ല എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അല്ല, ഞാൻ പറയുന്നത് ജനാധിപത്യ രീതി ആയിരിക്കും, പക്ഷെ 50% വോട്ടിന് മേലെയാണ് എന്നിട്ട് 400 കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ അംഗീകരിക്കാം. പക്ഷെ ഈ 50% താഴെ ഇപ്പൊ തന്നെ കണ്ടു, 50% അവർക്ക് 40% താഴെയുള്ളൂ. ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇവരുടെ ഭരണത്തിന്റെ മികവല്ല ഞാൻ നോക്കിയിട്ട്, ഭരണത്തിന്റെ മികവും കാര്യങ്ങളൊന്നും അല്ല. ഓരോ പ്രൊജക്ടുകളും അവരുടേതാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇതിനു മുന്നുണ്ടായിരുന്ന പ്രൊജക്ടുകൾ അവരുടേതാക്കി മാറ്റി അവർ ചെയ്യുക. അതിനവർ വിജയിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വം വളരെ ഇതാണ്, കോൺഗ്രസിനേക്കാളൊക്കെ വളരെ നേതൃത്വം പാഠമുള്ള വ്യക്തികളാണ്. അതുകൊണ്ടാണ് അവര് അപ്പൊ കോൺഗ്രസിനെ ഏതൊക്കെ വിധത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതൊക്കെ പാർട്ടികളെ ഏതൊക്കെ വിധത്തിൽ തകർക്കണം എന്നുള്ള ഒരു വ്യക്തമായ പ്ലാനോട് കൂടിയിട്ടാണ് അവർ നടക്കുന്നത്. അതിന് താങ്കളുടെ അഭിപ്രായം മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ശ്രീ സുരേന്ദ്രൻ. അനിൽകുമാർ തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അനിൽകുമാർ, ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇതുപോലെ ഈ തൃശ്ശൂർ പോലെ വലിയ ഒരു ത്രികോണ മത്സരം നടക്കുകയാണ് എന്നാണ് പിന്നെ 3 പേരും പറയുന്നത്. ശശി തരൂരും അത് സമ്മതിക്കുകയും ചെയ്യുന്നു. വിശ്വപൗരൻ ശശി തരൂർ, ആഗോള കാഴ്ചപ്പാടുകളുള്ള BJP സ്ഥാനാർത്ഥി, ഒപ്പം നമ്മുടെ പന്നിയൻ രവീന്ദ്രനും ഏറ്റുമുട്ടുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം ശ്രീ അനിൽകുമാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തിരുവനന്തപുരത്ത് രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോൾ ഹലോ കേൾക്കാം. തിരുവനന്തപുരത്ത് രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ 15 വർഷമായി ശശി തരൂർ എന്ന് പറയുന്ന ഒരു MP ആണ് തിരുവനന്തപുരത്ത് സ്ഥിരമായി ജയിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ 15 വർഷത്തിലെ 5 വർഷത്തെ സമയം UPA ഭരിച്ച കാലത്തും ശശി തരൂർ ഈ സ്ഥലത്ത് MP ആയിരുന്നു. അന്ന് ഈ നാഷണൽ ഹൈവേ പോലുള്ള പദ്ധതികൾക്ക് ഒരു ചെറുവിരൽ പോലും അനക്കാതെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നില്ല. ഞാൻ BJP പ്രവർത്തനമൊന്നുമല്ല, ഞാൻ എങ്കിലും നിഷ്പക്ഷമായി പറയുകയാണ്. ആ 10 വർഷം കൊണ്ട് നാഷണൽ ഹൈവേ കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ള ദേശീയപാത അന്താരാഷ്ട്ര നിലവാരത്തിൽ പണി കഴിപ്പിക്കുവാനും അതിന്റെ പണി പൂർത്തിയാക്കുവാനും ഈ 10 വർഷം കൊണ്ട് സാധിച്ചു എന്നതാണ് BJP വന്നതിന് ശേഷമുള്ള നേട്ടം. ഇതിൽ ശശി തരൂർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ശശി തരൂർ ഇതിന്റേതായ രീതിയിൽ യാതൊരു വിധത്തിലുള്ള ഒരു ഇതും ഇതിനു വേണ്ടി നടത്തിയിട്ടില്ല. BJPക്ക് കൂടുതൽ ഗുണം ഉണ്ടാകുമെന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ? ഇല്ല, BJPക്ക് ഗുണം ഉണ്ടാകുമെന്നുള്ളത് ഇവിടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവും കോൺഗ്രസും പിന്നെ BJP ജയിക്കുമെന്നുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ന്യൂനപക്ഷത്തിലുള്ള ആൾക്കാർ അധികമുള്ള ഒരു മേഖലയാണ്. അപ്പൊ അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുകയും ഈ CPM LDF തന്നെ ഈ വോട്ട് മറിച്ച് ഒന്നുകിൽ ശശി തരൂരിന് കൊടുക്കാനുള്ള ജയിക്കാനുള്ള അടുത്ത് നിൽക്കുന്ന ഒരു മുന്നണി, 2ാം സ്ഥാനത്ത് വരുന്ന ഒരു മുന്നണിക്ക് ഇത് വോട്ട് മറിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതൽ തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ അത് ശശി തരൂരിന് അനുകൂലമാകുമെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ശശി തരൂരിന് അനുകൂലമാക്കുന്ന ഒരു ഇതില് ഈ LDF അങ്ങനെ വരികയാണെങ്കിൽ പ്രശ്നമുണ്ടാവും. അല്ല CPIക്ക് വേണ്ടി CPM 3 പേരും അവരവരുടെ വോട്ടുകൾ അവരവർക്ക് ചെയ്താൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്നാണ് താങ്കൾ പറയുന്നത്. 100% ജയിക്കാനുള്ള ചാൻസ്. യെസ്, വ്യക്തമാണ്. മഹേഷ് ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ മഹേഷ്, ഈ ആലപ്പുഴയിൽ KC വേണുഗോപാലിൻ്റെ വരവ് ഒരു രാഷ്ട്രീയ രംഗത്ത് വലിയ ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടോ? അതേ അവിടെ എത്തിയത് ഒരു ആവേശമൊക്കെ ഇരട്ടിയാക്കിയിട്ടുണ്ടോ കോൺഗ്രസ് പ്രവർത്തകരുടെ? എന്താണ് മഹേഷ് തോന്നുന്നത്? തീർച്ചയായിട്ടും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഒരു 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വരുന്നത്. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ നമ്മുടെ ആലപ്പുഴക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ KCയെ എല്ലാവർക്കും അറിയാം. KCയായിട്ട് അത്രയും ഹൃദയബന്ധമുള്ള ഒരാളല്ലോ ആലപ്പുഴയിലുള്ളത്. അപ്പോ അതിന്റെ ഒരു മുൻതൂക്കം അദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇത് നമ്മുടെ ചാനലിലെ കാണിക്കുന്ന 400 സീറ്റ് NDക്ക് കിട്ടുമോന്നാ ചോദിക്കുന്നത്. പക്ഷെ ഒരു കാരണവശാലും അത് കിട്ടത്തില്ല എന്നുള്ളത് BJPയുടെ ഈ കുറച്ചു കാലത്തെ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. കാര്യം വടക്കേ ഇന്ത്യയിലൊക്കെ ഇവര് കോൺഗ്രസിനെ ഭയപ്പെടുകയല്ലേ, അതേപോലെ മറ്റുള്ള ചെറിയ പാർട്ടികളെയൊക്കെ ഭയപ്പെടുകയല്ലേ, എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയല്ലേ, പൊളിറ്റിക്കൽ പവർ വെച്ച് ഭീഷണി, അതാണല്ലോ നടക്കുന്നത്. ഇവർക്ക് ഈസി ആയിട്ട് 400 സീറ്റ് കിട്ടുമെങ്കിൽ കോൺഗ്രസിന്റെ MP മാരെ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റ് MP മാരെ കാശ് കൊടുത്ത് പിടിക്കാനോ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോ അതിൽ നിന്നൊക്കെ തന്നെ കാണാം നമുക്ക് ഒരു പരാജയ ഭീതി BJPക്ക് ഉണ്ടെന്നാണ് ശ്രീ മഹേഷിന്റെ കാഴ്ചപ്പാട്. ഏതായാലും വളരെ വ്യക്തമാണ്. സുരേഷ് എന്നൊരു
പ്രേക്ഷകൻ കൂടി പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സുരേഷ്, ഇന്നിപ്പോൾ ഈ പൊതുവേദിയിൽ വിളിച്ചതെല്ലാം ടൈറ്റ് ഫൈറ്റുള്ള മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. പത്തനംതിട്ടയിലും നമ്മളൊരു ത്രികോണ മത്സരം ഉണ്ടാകുമെന്നാണ് പലരും വിധി എഴുതുന്നത്. എന്താണ് ശ്രീ സുരേഷ് തോന്നുന്നത്? ഈ ടി വിയിലേക്ക് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് കേൾക്കാൻ ഫോണിലൂടെ മറുപടി പറയും. ഹലോ, പറയൂ. ഇത് പിന്നെ ടി വി കണ്ടോണ്ടിരിക്കുക, അതുകൊണ്ടാ. ഹലോ, അതായത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ, ഹലോ പറയൂ, കേൾക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിൽ വൻ ഭൂരിപക്ഷത്തോട് തന്നെ അധികാരത്തിൽ വരും എന്നുള്ള ഒരു മികച്ച ഉറപ്പാണ് നമ്മുടേത്. പത്തനംതിട്ടയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ് ശ്രീ സുരേഷ്? പത്തനംതിട്ടയിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കോൺഗ്രസിന്റെ ആന്റണി നമ്മള് കഴിച്ചു പറയുമല്ല. 3 തവണ അതേ ജയിച്ചിട്ടുള്ള ആളാണ്. നിങ്ങൾ 3 തവണ ജയിപ്പിച്ചിട്ടുള്ള ആളാണ്. അതെ, നമ്മൾ ആ ജയിപ്പിച്ചോണ്ടല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ഈ പ്രദേശത്തെങ്ങും അദ്ദേഹം ഒരു പ്രവർത്തനവും ഒരു വികസനവും ഇവിടെ ചെയ്തല്ല. എന്നിട്ടാണ് നിങ്ങൾ 3-ാം തവണയും ജയിപ്പിച്ചത്. അതാണ്, അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞത്. ഒരു വികസനവും ഈ പ്രദേശങ്ങളിൽ പുള്ളി ഒന്ന് തിരിഞ്ഞു നോക്കി, ജയിച്ചിട്ട് പോയി, പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല ഈ പ്രദേശത്ത് ആന്റണി. അവിടെ താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവിടെ നമ്മുടെ തോമസ് ഐസക് ജയിക്കുമെന്നാണോ? തോമസ് ഐസക് സാറിനെ നമ്മള് BJP വരുമെന്നാണോ? നമ്മളിപ്പോ അത് പറയുന്നില്ല. എന്നാലും സാധ്യത അങ്ങ് പ്രവചിക്കുന്നത് BJPക്ക് ഒരു സാധ്യത കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? സാഹചര്യം ഉണ്ട് സാർ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഈ പൊതുവേദി തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വലിയ പൊതുവേദിയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് അടുത്ത കോളർ പാലക്കാട് നിന്ന് ഗോപാലകൃഷ്ണനാണ് വിളിക്കുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് ചെർപ്പശ്ശേരിയിൽ നിന്നാണ്. ചെർപ്പശ്ശേരിയിൽ നിന്നാണ്. ഈ പാലക്കാട് വലിയൊരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു. അപ്പുറത്ത് മലപ്പുറത്തൊക്കെ പക്ഷേ കുറേ കൂടി അത്ര ഫൈറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ എങ്ങനെയാണ് ഈ മധ്യ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? മധ്യ കേരളത്തില് ഏകദേശം UDF ഒരു 12ഉം LDF ഒരു 7ഉം വരാനാണ് സാധ്യത. ബാക്കി ഒന്നും പറയാൻ പറ്റില്ല. UDFനാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ഒരു മേൽക്കൈ കൊടുക്കുന്നത്, അല്ലേ? അതെ. അത് ശരി. UDFന് കൂടുതൽ സീറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. LDFന് ഒരു 7 സീറ്റ്. UDFന് കൂടുതൽ സീറ്റ്, അതിലേറെ കൂടുതൽ സീറ്റ് കിട്ടുന്നതാണ്. പക്ഷെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കാണാനില്ല. അതുകൊണ്ട് ചെറിയ തിരിച്ചടികൾ കിട്ടും എന്നാണ് താങ്കൾ കണക്ക് കൂട്ടുന്നത്, അല്ലേ? പക്ഷേ തീർച്ചയായിട്ടും ബൂത്ത് തല വർക്കുകളൊന്നും കാണാനില്ല. ബൂത്തൊന്നും കാണുന്നില്ല. ഈ പിന്നെ BJPയുടെ ഒരു സാഹചര്യം എന്തായിരിക്കും? BJP 2 എണ്ണമാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം തൃശ്ശൂരും. തൃശ്ശൂർ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്ത് നേരത്തെ ഒരു വ്യക്തി പറഞ്ഞതുമാതിരി കൊടുക്കൽ വാങ്ങൽ ഉണ്ടെങ്കിൽ BJP പോകും, അല്ലെങ്കിൽ നിലനിൽക്കും. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഒരു പ്രേക്ഷകൻ കൊച്ചിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ശ്രീ പൗലോസ്. ശ്രീ പൗലോസ്, ഈ കൊച്ചിയിൽ പ്രത്യേകിച്ച് എറണാകുളം മണ്ഡലത്തിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ സാഹചര്യം? കൊച്ചി ചോദിച്ചു കഴിഞ്ഞോ? ബാബു, കൊച്ചിയിലെ പ്രത്യേകിച്ച് രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഹൈവി ഉടൻ തന്നെ നമ്മളിപ്പോ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കണ്ടതല്ലേ, ഒരു ഡോക്ടറെ കെട്ടിയിറക്കിയ കണ്ടില്ല. അതുപോലെയാണ് UDFന്റെ കാൻഡിഡേറ്റ് വരുന്നത്. പാലക്കാട് ക്ഷമിക്കണം, പറവൂര് 2 മുനിസിപ്പൽ വാർഡുകളിൽ 2 പ്രാവശ്യം കണ്ട് കോൺഗ്രസിന്റെ ഇതില് അവിടെ ജയിച്ചു എന്നുള്ളതാണ് അവർക്കുള്ള ഏക ക്വാളിഫിക്കേഷൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ സംഘടന, സർവീസ് സംഘടനയുടെ ഭാരവാഹിയായിരുന്നു എന്നൊക്കെ ഉള്ളതല്ലാതെ ഏതായാലും പതിവ് പോലെ ഈ ഏതായാലും ജോസഫിനേക്കാൾ കുറച്ചുകൂടെ മികച്ച പ്രകടനമായിരിക്കും. കാരണം ഒരു ലേഡി എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു പരിഗണന കിട്ടുവാണെങ്കിൽ മിക്കവാറും കൊച്ചിയില് ഒരു വ്യത്യാസം ഉണ്ടാക്കിയേക്കാം. പക്ഷെ ഈടനെ സംബന്ധിച്ച് വളരെ അപ്രമാദിത്വം തന്നെ കൊച്ചിയിൽ തുടരുകയാണ്, അല്ലേ? അല്ല, ഞാൻ പിന്നെ ഈ ഒരു ദേശവ്യാപകമായി നോക്കുമ്പോൾ എന്താണ് ശ്രീ പൗലോസിന് തോന്നുന്നത്? ഒരു
400 സീറ്റിന്റെ കഥ കേൾക്കുമ്പോ ചിരി വരുന്നുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൊത്തം ഞാൻ നോക്കിയപ്പോ സൗത്ത് ഇന്ത്യയില് കേരള, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും പിന്നെ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിലുള്ള കുറെ സംസ്ഥാനങ്ങളിലും എല്ലാം കൂടെയുള്ള സീറ്റ് അവിടെ ഒന്ന് BJPക്ക് അത്ര അപ്രമാദിത്വമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടേക്ക് എല്ലാം കൂടെ എണ്ണ എടുത്താൽ ഒരു 100-150 സീറ്റിൽ കൂടുതൽ മറ്റു പാർട്ടികൾ പിടിക്കും. പിന്നെ ഇവരോട് നിന്നാണ് ആകെ 543 സീറ്റിൽ 400 കിടക്കുമെന്ന് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. അത്രേ ഉള്ളൂ. നോർത്ത് ഇന്ത്യ മുഴുവൻ തൂത്തുവാരിയാലും പഞ്ചാബും ഒക്കെ ബാക്കി കിടപ്പുണ്ട്. അവിടെ അങ്ങനെ വളരെ രസകരമായൊരു വാദഗതിയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദാസൻ, കണ്ണൂർ ഒരു എല്ലാവരും രാഷ്ട്രീയം കൂടുതൽ അവിടെ ചർച്ച ചെയ്യുന്നൊരു ജില്ലയാണ്. ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കൾ കണ്ണൂരുകാരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കുന്ന ഒരുപാട് പേർ, ഇപ്പോൾ കെ ശൈലജ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വി മുരളീധരൻ ആയിക്കോട്ടെ, ജയരാജൻ, MV ജയരാജൻ, കെ സുധാകരൻ, C രഘുനാഥ്, അങ്ങനെ അവരെ കൂടാതെ തന്നെ കണ്ണൂരിൽ നിന്ന് ഒരുപാട് പേർ തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ട്. MP-മാരായി അല്ലാതെ രാജ്യസഭയിലേക്കും അവരുണ്ട്. അപ്പോൾ കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഇപ്പോൾ കെ സുധാകരനാണ് കഴിഞ്ഞ തവണ അവിടെ ജയിച്ചത്. ഇനി എങ്ങനെ മറിയും എന്ന് താങ്കൾ കരുതുന്നു? കണ്ണൂർ ഈ തവണ എൻ്റെ അഭിപ്രായത്തിൽ സുധാകരൻ തോക്കുന്നില്ലാണ്. തോക്കുമോ? കണ്ണൂർ മാത്രമല്ല, പിന്നെ തൃശ്ശൂർ, പിന്നെ ആലപ്പുഴയൊക്കെ കോൺഗ്രസ്. നിങ്ങളെ ഈ സർവേ ഒക്കെ തെറ്റായി പോകും. അത് ശരി. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം 412 സീറ്റിലേക്കാണ്ട് രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നത്. അതുപോലെ ഒരു 40 സീറ്റ്, ഞാൻ മനോട് പറയുന്നത് 40 സീറ്റ് കൂടുതൽ കോൺഗ്രസ്സുകാർക്ക് കിട്ടുമെങ്കിൽ 2000 രൂപ ബെറ്റ് വെക്കാൻ തയ്യാറാണ് പരസ്യമായിട്ട് പറയുന്നത്. അല്ല, അങ്ങനെ പൈസയ്ക്ക് ഇത് ബെറ്റ് വയ്ക്കുന്നത് വലിയ കുറ്റകൃത്യമാണോ കേട്ടോ ശ്രീദാസൻ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഈ ചൂതാട്ട നിയമത്തിൻ്റെ അനുസരിച്ച് ദാസൻ കണ്ണൂരുകാരനാണ്, അവിടുത്തെ രാഷ്ട്രീയ ആവേശമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ പണം വെച്ച് നമ്മൾ പന്തയം വെക്കരുത്. തമാശക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. കാരണം 40 സീറ്റ് കൂടുതൽ കോൺഗ്രസ് കിട്ടുകയില്ല ഈ തവണ. ഈ കർണാടകത്തിന് ഈ കഴിഞ്ഞ അധികാരത്തിൽ വന്നില്ലേ, JDS-ആയിട്ട് അസംബ്ലിയിൽ ആദ്യ സഖ്യത്തിൽ BJP ആയെങ്കിൽ ഈ അധികാരത്തിൽ വരില്ല. ഇപ്പോ എല്ലാ സ്റ്റേറ്റിലും BJPക്ക് അനുകൂലമായിട്ട് ഒരു തരംഗ കാണുന്നത്. കോൺഗ്രസ്സുകാരെ കാര്യം കഷ്ടമെന്നല്ലാതെ എന്താ പറയുക. നമുക്ക് ഭാവിയിൽ കോൺഗ്രസ്സുകാരെ നമുക്ക് താല്പര്യമുള്ള ആൾ തന്നെയാണ്. പക്ഷെ ഇവരെ കളി ഇങ്ങനെയാണ്. കാര്യം ഓരോ ദിവസവും കോൺഗ്രസ്സുകാരെല്ലാം ഇങ്ങോട്ട് പോവാ BJPയിലേക്ക്. ഇനിയിപ്പോ എപ്പോ ഇവരെ നേതാക്കന്മാരോ സുധാകരൊക്കെ പോകുന്ന ആർക്കറിയാം. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഉമേഷ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ഉമേഷ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലയിൽ നിന്നാണോ? കോഴിക്കോട് നിന്നാണ്. സാധാരണ ഈ പൊതുവേദിയിലേക്ക് പാലയിൽ നിന്ന് ഒരു ഉമേഷ് വിളിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനും ആദ്യം വിളിക്കാറുണ്ട്. ഉമേഷ് പാല വിളിക്കാറുണ്ട്, ഉമേഷ് ഇപ്പൊ ഞാൻ കോഴിക്കോട് നിന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ 2-3 തവണ റിങ് ചെയ്തിട്ട് പോലും നിങ്ങൾ എടുക്കാതിരുന്നത്. ശരി. എനിക്ക് തോന്നുന്നു 4:30 തൊട്ട് 5 മണി വരെയാണല്ലോ. അപ്പോൾ അതിനുശേഷം ആകുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് കോളിംഗ് ടൈമിൽ തന്നെയാണ് എടുക്കാതിരുന്നത്. അതെയോ? ചില സമയത്ത് കോളുകൾ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്നത്. ഏതായാലും ഉമേഷ് എന്ന് പേരുള്ള ആരോടും നമുക്കൊരു വിദ്വേഷമൊന്നുമില്ല. അതുകൊണ്ട് ശ്രീ ഉമേഷ് എന്ന് തോന്നുന്നു ഈ കോഴിക്കോട്ടെ ഒരു സാഹചര്യം പലതവണ വിളിച്ചിട്ടുണ്ടേ. ഇനി ഏതായാലും സമയം പോകുന്നില്ല. പിന്നെ കോഴിക്കോട് രാഘവട്ടൻ എന്തായാലും സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് രാഘവട്ടൻ. പിന്നെ അതുപോലെ തന്നെ ഈ 400 സീറ്റ് എന്നുള്ളത് കുറച്ച് അഹങ്കാരമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് BJPക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു എണ്ണം ആണ് ഈ 400 എന്ന് പറയുന്നത്. അതെന്തായാലും കുറച്ചു ഒരു അഹങ്കാരമാണ്. കോൺഗ്രസ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് വലിയൊരു കെട്ടുറപ്പില്ലാത്തൊരു സ്ഥിതിവിശേഷമാണെന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ 400 എന്നുള്ളത് കുറച്ചൊരു സാങ്കല്പികമാണെന്നാണ് താങ്കളുടെ നിലപാട്. അതെ അതെ അതെ. യെസ്, വളരെ വ്യക്തമാണ് ഉമേഷ്. തുടർന്നും വിളിക്കണം. ഫോൺ കിട്ടാത്തതൊക്കെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ അത് കൊണ്ട് വിളിക്കാതിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ന്യൂസ് 18ൻ്റെ മെഗാ ഒപ്പീനിയൻ പോൾ ഇന്നും തുടരും. 6 മണി മുതൽ പ്രേക്ഷകർക്ക് അത് തത്സമയം കാണാനുമാകും. ഈ NDA 400 സീറ്റ് കടക്കുമോ എന്ന ചോദ്യം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ യൂട്യൂബിലൂടെ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഈ വിഷയത്തിൽ വോട്ട് ചെയ്ത പ്രേക്ഷകരാകട്ടെ, അതിൽ 58% ആളുകൾ, ഇതിൽ വോട്ട് ചെയ്തവർ 400 സീറ്റ് NDAക്ക് ലഭിക്കും എന്ന നിലപാടാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം 42% ആളുകൾ അതിന് ഒരു സാധ്യതയുമില്ല എന്ന നിലപാടിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.
പ്രതികരണം.